നമ്മുടെ കുട്ടികൾക്ക് ഓരോ ദിവസവും ഓരോ ഗുണപാഠങ്ങളും ഓരോ കഥയിലൂടെ പറഞ്ഞു കൊടുക്കുക. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്, നമ്മളൊരു സമൂഹ ജീവിയാണ്. സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം സാമൂഹിക ബന്ധവും കുറച്ച് സുഹൃത്തുക്കളുമൊക്കെ ഈ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ അത്യാവശ്യമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ സുഹൃത്തുക്കൾ ഏറ്റവും ആത്മാർത്ഥമായിട്ടുള്ള ഒന്നോ രണ്ടോ സുഹൃത്തുക്കളെ എപ്പോഴും നമ്മൾ കൂടെ കരുതുക. മൂന്നാമത്തെ കാര്യം, ചിലപ്പോൾ ഒരു സുഹൃത്തുക്കളോ ഒരു സമൂഹവും ഒരിക്കലും നമുക്ക് കാണില്ല. അത് ചില സന്ദർഭങ്ങളിൽ മാത്രം, ഇതൊരു കഥ മാത്രമാണ്. കാരണം അവനവൻ്റെ ശക്തിയും അവനവൻ്റെ കഴിവും അവനവൻ്റെ കർമ്മമേഖലയും മാത്രമേ ചില സമയത്ത് ചില ആപത്ഘട്ടങ്ങളിൽ നമുക്ക് തുണയാകുകയുള്ളൂ. നമ്മളുടെ സുരക്ഷിതത്വം നമ്മൾ നോക്കുന്നത് പോലെ മറ്റുള്ളവരും അവരവരുടെ സുരക്ഷിതത്വം നോക്കും. ആപത്തിൽ സഹായിക്കുന്ന ആളാണ് യഥാർത്ഥ സുഹൃത്ത്. ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകുന്നതിനേക്കാൾ നല്ലത് ആപത്തിൽ സഹായിക്കുന്ന സുഹൃത്തുക്കളെയാണ്. ഒരു കഥയിലൂടെ കുട്ടികൾക്കിത് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഒരിടത്ത്, ഇതും ഈസോപ്പ് കഥയിൽ നിന്ന് വായിച്ചെടുത്തൊരു കഥയാണ്. അത് എൻ്റേതായ ഒരു ഭാവനയിൽ കുട്ടികൾക്ക് എളുപ്പം മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരാം. ഒരു കാട്ടിൽ ഒരു മുയലുണ്ടായിരുന്നു. വളരെ ഭംഗിയുള്ള ഒരു ആൺമുയലായിരുന്നു. ആ മുയലിന് ഒരുപാട് ചങ്ങാതിമാരുണ്ടായിരുന്നു എന്ന് ആ മുയൽ ആഗ്രഹിച്ചിരുന്നു, അഭിമാനിച്ചിരുന്നു. പക്ഷേ ആ മുയലിൻ്റെ ഒരു ദുർഘടഘട്ടത്തിൽ ഈ സുഹൃത്തുക്കൾ ആരും തുണച്ചില്ല. തലനാരിഴയ്ക്ക് ആ മുയൽ ആ ദുർഘടഘട്ടത്തിൽ ജീവനും കൊണ്ട് രക്ഷപ്പെടാൻ സാധിച്ചു. ഇത് രസകരമായ രീതിയിൽ കുട്ടികൾക്ക് പറഞ്ഞുതരാം. വേട്ടൻ നായ്ക്കൾ കാട്ടിൽ വന്ന സമയമാണ്. അപ്പം ആ മുയലിന് കുതിര, സിംഹം, മാന്, കാള, കാട്ടിലെ ഒരു കഥയായിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇങ്ങനെ ഒരുപാട് മൃഗങ്ങൾ ആ മുയലിന് കൂട്ടുണ്ടായി. ഇവർക്കെല്ലാം മുയലിനെ സഹായിക്കാനും കഴിയുമായിരുന്നു. ഈ വേട്ടൻ നായ്ക്കളുടെ അവർ മുയലിനെ പിടിക്കാനായിട്ടാണ് യജമാനൻ്റെ കൂടെ കാട്ടിലെത്തിയത്. അപ്പം മുയലിനെ പിടിക്കുമെന്ന് മനസ്സിലായപ്പോൾ മുയൽ രക്ഷയ്ക്കായിട്ട് ആദ്യം കുതിരയുടെ അടുത്താണ് എത്തിയത്. കുതിര പറഞ്ഞു, എനിക്കിപ്പോൾ സമയമില്ല, എൻ്റെ യജമാനെയും കൊണ്ട്, ഒരു കഥയാണ്, എനിക്ക് മറ്റൊരിടത്ത് യാത്ര പോകണമെന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ എന്നെയും കൂടി ഈ കുതിരപ്പുറത്തൊന്ന് ഇരുത്താമോ? അത് ഇപ്പോൾ എനിക്ക് സാധിക്കുകയില്ല, മറ്റൊരു മാർഗം നോക്കൂ എന്ന് പറഞ്ഞു മറ്റൊരു സുഹൃത്തിനെ സമീപിച്ചു. ആ സുഹൃത്ത് നല്ല കൊമ്പുള്ള ഒരു കാള അല്ലെങ്കിൽ ഒരു കാട്ടുപോത്തായിട്ട് സങ്കല്പിക്കും. അദ്ദേഹത്തിൻ്റെ ഭാര്യയോടൊത്ത് വെക്കേഷൻ, കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എൻ്റെതായ ഭാവനയിലാണ്, അടിച്ചു പൊളിക്കാൻ പോവുകയാണ്, ഇപ്പോൾ സമയമില്ല, മറ്റൊരാളെ സമീപിച്ചു. നീ പേടിക്കണ്ട, മുയലെ പേടിക്കണ്ടെന്ന് പറഞ്ഞു മാറ്റിക്കളഞ്ഞു. എന്നുവെച്ചാൽ സഹായിച്ചില്ല. അടുത്തതായിട്ട് മാൻ്റെ അടുത്തേക്കാണ് എത്തിയത്. ഒപ്പം എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചു. മാന് കുട്ടികളെ കൊണ്ട്, കഥയാണ്, കുട്ടികൾക്കുള്ള ആഹാരമൊക്കെ കൊടുത്ത് കുട്ടികളുമായിട്ട് സമയം ചെലവഴിക്കാൻ മറ്റൊരാളെ കാണാൻ പറഞ്ഞു, മറ്റൊരു സുഹൃത്തിനെ. ഇങ്ങനെ ഓരോരോ നിരവധി സുഹൃത്തുക്കളെ സമീപിച്ചു. അവരാരും തന്നെ സഹായിച്ചില്ല. വേട്ടനായ്ക്കൾ അടുത്തെത്താറായി, പിടിക്കപ്പെടും എന്ന് വിചാരിച്ചു. സർവശക്തിയും എടുത്ത് മുയൽ ഓടാൻ നോക്കി. തലനാരിഴയ്ക്ക് ആ മുയൽ ഭാഗ്യം കൊണ്ട്, ദൈവാധീനം കൊണ്ട് രക്ഷപ്പെട്ടു. ഈ മുയലിന് ഈ സുഹൃത്തുക്കളെ കൊണ്ടൊന്നും പ്രയോജനമില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ചില ഘട്ടങ്ങളിൽ ആപത്തിൽ സഹായിക്കാത്ത സുഹൃത്തുക്കൾ എന്ന് പോലും നമുക്ക് പറയാൻ കഴിയുകയില്ല. അപ്പോൾ ഇത് അവനവനൊരു വിശ്വാസം, എപ്പോഴും ജാഗ്രതയോടുകൂടി ഇരിക്കുക. ഏത് സമയത്തും ഒരു ജാഗ്രതയുള്ള മനസ്സും കൂടെ, അലേർട്ടുള്ളൊരു മനസ്സ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇരിക്കുക. അവനവൻ്റെ പ്രശ്നങ്ങൾക്ക് മറ്റൊരാൾ സഹായിക്കുമെന്ന് പറഞ്ഞിരിക്കാതെ അവനവൻ്റെ വിശ്വാസം എപ്പോഴും നേടിയെടുക്കുക എന്നും പറഞ്ഞ് ഈ സുഹൃത്തുക്കളോട് നമ്മളൊരു അകലം പാലിക്കുകയോ ഒന്നും ചെയ്യാതെ അവനവൻ്റെ സേഫ്റ്റി അവനവൻ തന്നെ നോക്കുക. എങ്കിലും ആപത്തിൽ സഹായിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവരാരും സുഹൃത്തുക്കളാകുന്നുമില്ല. എല്ലാ ദിവസവും നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ കാര്യങ്ങളും ചെയ്ത് നമ്മൾ മുൻപോട്ട് തന്നെ ജീവിക്കുക. കുട്ടികൾക്കായിട്ട്
വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ ഇങ്ങനെയുള്ള ഗുണപാഠ കഥകൾ ഓരോ ദിവസവും അവർക്ക് രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അവർക്ക് അവധിയുള്ള ദിവസങ്ങളിലോ ഓരോ കഥകളായിട്ട് ഓരോ സന്ദേശങ്ങളായിട്ട് പറഞ്ഞു കൊടുത്താൽ ഭാവിയിൽ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ സാരമില്ല, അത് പോട്ടെ എന്ന് പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഈ കഥകളൊക്കെ തന്നെ ജീവിതത്തിൽ അവർക്ക് നാളെ ഒരു ആപത്ഘട്ടം വരുമ്പോൾ ഇത് സഹായകമാകും.